السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر عظم ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله المولانا العظيم. عليكم بالقرآن فإنه كلام رب العالمين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാൻ റമളാൻ ഇങ്ങനെ തീർന്നിട്ടുണ്ട്. അപ്പോൾ റമളാനിൽ പരിശുദ്ധ ഖുർആൻ്റെ വാർഷികോത്സവം. കാരണം റമളാനിലല്ലേ പരിശുദ്ധ ഖുർആൻ ഇറങ്ങണം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാനിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിടും. അപ്പോൾ റമളാനിൽ, അതുകൊണ്ട് റമളാന് പരിശുദ്ധ ഖുർആൻ്റെ വാർഷികോത്സവം. പരിശുദ്ധ ഖുർആൻ ആറ് ചെമ്മ ഓതറാറ് അങ്ങ് ഭയങ്കര നല്ലങ്ങ്. എന്തുകൊണ്ട് ഖുർആൻ ഓതറങ്ങ അള്ളാഹു ഭയങ്കര വിശേഷിപ്പിക്കണം. എൻ്റെ അഹലുകാർ, എൻ്റെ കുടുംബക്കാർ എന്നുള്ള ചന്ദ്ര, എൻ്റെ അഹലുകാർ, എൻ്റെ കുടുംബക്കാർ. പിന്നൊരു ഹദീസിൽ കാണാം, അലൈക്കും ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ്റെ ഗട്ടി പിടിച്ചോണ്ട് ഓതോറുണ്ട് അർത്ഥം. ഫഇന്നഹു കലാമു റബ്ബിൽ ആലമീനായോ ലോകരക്ഷതാവായ അള്ളാഹുടെ അത് പലക്കായിട്ട് കിട്, അള്ളാഹുടോ പലക്ക ആയിട്ട് കിട്. പിന്നെ അതിന് ധാരാളം ഓതറങ്ങാവണം. എനിക്ക് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഹൈറായ മനുഷ്യന്മാരാറ് നിങ്ങൾ ഖുർആൻ പഠിച്ചങ്ങും പഠിപ്പാട്ടങ്ങും അങ്ങ് നല്ല. അപ്പോൾ ഖുർആൻ ഭയങ്കര ഗ്രേറ്റസ്റ്റ് ഇബാദത്ത്, ഭയങ്കര ഗ്രേറ്റ് ഇബാദത്ത് അള്ളാഹുടെ ഖുർആൻ. അതുകൊണ്ട് എന്താക്കണം, പറഞ്ഞ ഖുർആൻ ധാരാളം ഓതറങ്ങാവണം. ഇപ്പോൾ റമളാനില്ലേ, റമളാനിൽ നിങ്ങൾ ഓതറങ്ങായിട്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറ ഓതറാണ്ട് അർത്ഥം നിങ്ങൾ ഓതുക ആവിടും. അതുകൊണ്ട് ഖുർആൻ്റെ ധാരാളം ഓതണം. അൽ ബൈത്തുല്ലദീ യഖ്റഉ ഫീഹിൽ ഖുർആൻ യതറാഅ ലിഅഹ്ലി സമാഇ കമാ തതറാ നുജൂമു ലിഅഹ്ലിൽ അർള്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുற ആക ഉണ്ടല്ലേ, ആ ആവുത്തരെ ആകാശ ലോകത്തിലങ്ങ് ആകാശ ലോകത്തിലങ്ങ് മലക്കുങ്ങ സദാ നോക്കിണ്ടേക്കട ഏതുപോലെ ചെന്നെങ്കിൽ ജാവുകു ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർ ആകാശത്ത് നിന്ന് നക്ഷത്രം കാണും പോലെ. ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർ മേൽ നോക്കി നക്ഷത്രം അങ്ങനെ കാണ്ട് അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതുറോ ഔത്തര ആകാശ ലോകത്തിലങ്ങ് ചെന്നെങ്കിൽ മലക്കുങ്ങ സദാ നോക്കിണ്ടിക്കിടാറ്. അപ്പോൾ എന്തൊരു ചത്ത ഭയങ്കര അവിടെ ബർക്കത്ത് ഭാരി ഇവിടെ ചൊരിട്ടി ഇവിടെ ഓതറോ ഔത്തുലു. അതുകൊണ്ട് ധാരാളം ഓതറാണ്. തബറക്കു ബിൽ ഖുർആൻ ഫഹുവ കലാമുല്ലാഹ്. ഖുർആൻ കൊണ്ട് നിങ്ങൾ ധാരാളം കൂലി സമ്പാദന ബർക്കത്ത് സമ്പാദന കൊടുക്കും. എന്തിയെ അള്ളാഹുടെ കലാമായിട്ട് കിട്, അള്ളാഹുൻ്റെ റസൂൽ നോക്കൂല. അള്ളാഹുൻ്റെ റസൂൽ ധാരാളം ആയിഷാവുമ്പോൾ ചെല്ലി അള്ളാഹുൻ്റെ റസൂൽ ധാരാളം പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിൽ ഓതും. നിസ്കാരത്തിൽ എത്ര ഖത്ത് ഓതിത്തില്ലേ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ ഒരു റക്കാത്തിൽ എത്ര ഖത്ത് ഓതിത്ത് അള്ളാഹുൻ്റെ റസൂൽ. അത് അള്ളാഹുൻ്റെ റസൂൽ വിശേഷ അവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ നബി ഞങ്ങളെ പോലെ അല്ലല്ലേ ഓതി. ഞങ്ങളുടെ ഓതുറോ ബുൾപ്പിട്ടുണ്ട് ഓതിണ്ടിട്ട് ആശാവുമ്പോൾ ചെല്ലണ്ടല്ലേ ഉമ്മുൽ മഹാത്തുൽ മുഅ്മിനീൻ ആശാവുമ്പോൾ ചെല്ലണ്ടോ അള്ളാഹുൻ്റെ റസൂൽ ബുൾപ്പിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിണ്ടിട്ട് മുസല്ല ഫുള്ള് ചണ്ടിയായിട്ട് മുസല്ല നിസ്കരിക്കിടും. മുസല്ല ചണ്ടിയായിട്ട് മുസല്ല മാത്രം ചണ്ടിയല്ല ഇട്ടോ അയാൾ ഡ്രസ്സും ചണ്ടി ആയിട്ട് അയാൾ താടി അള്ളാഹുൻ്റെ റസൂൽ താടിയിൽ
പിന്നെ കണ്ണു തന്നി കീഴിൽ നിലത്തേക്ക് കുട്ടു പോകുന്ന ശബ്ദ സമയത്ത് കേട്ടോ എന്ത് നിസ്കാറിൽ പിന്നെ നിസ്കാറിൽ നബി സലാം വീട്ടിൽ പിന്നെ കേട്ട യാ റസൂലല്ലാ, അള്ളാൻ്റെ ഹബീബായ നബിയെ, അള്ളാൻ്റെ റസൂലേ, സ്വർഗ സൃഷ്ടിക്കു കാരണം നിങ്ങൾ എല്ലാ ദോഷದಲ್ಲೂ ಸಂರಕ್ಷಣೆ ಮೈಸೂಬು നിങ്ങൾ ഇത്രയെല്ലാം നിങ്ങൾ സ്വർഗ നിങ്ങൾക്കേ ഉള്ളു, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കായിട്ട് അള്ളാഹു പഠിച്ചൊരു സ്വർഗത്തെ പഠിക്കുക കാരണം നിങ്ങൾ ഇത്തരല്ല ഇക്കുമത്തു എന്തിಗೆ നബിയെ നിങ്ങൾ ഭാരി പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതിക്കൊണ്ട് നിസ്കാരത്തിൽ ഉൾപ്പെടാറില്ല നബിയെ എന്ന് ನಾನು കേട്ട. അപ്പം നബി ചെന്ത് യാ ആയിഷ അഫലാക്കുന അബദൻ ഷക്കൂറ, ನಾನು അള്ളാഹുടെ ദാസല്ലേ, ನಾನು അള്ളാഹുടെ അബ്ദല്ലേ, ನಾನು അബ്ദുള്ള അല്ലേ, ನಾನು അള്ളാഹു നന്ദി രേഖപ്പെടുത്തണ്ടേ. പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിൽ ഓതുമ്പോഴത്തേക്ക് ഇന്നത്തെ കൂലി ചെന്നെങ്കിൽ അത് ഓരോരോ ഹർഫ് 100 ഹർഫുടെ കാട്ടിയാറ് കൂലി. ഖുർആൻ ഓതും നല്ല പക്കവിടെ നിസ്കാരത്തിൽ ധാരാളം കൂലി കിട്ടും, ധാരാളം കൂലി. ഒന്ന് അത്താഴത്തെ ടൈമിൽ ധാരാളം കൂലി കിട്ടും. പിന്നൊന്ന് നിസ്കാരത്തിൽ ഹയ്യസ്റ്റ് കൂലി, ഒരു ഹർഫുಗೂ 100 ഹർഫുടെ കൂലി കിട്ടുക. അത് കൂലി സമ്പാദന ആക്കുകൂ, അള്ളാഹു നന്ദി രേഖപ്പെടുത്തു, അള്ളാഹു ശുക്ർ ചെയ്യുകൂ ആയിട്ടിക്കട്. അത്തരമല്ല ആയിഷ ഈ ജാവുകൂ പരിശുദ്ധ ഖുർആൻ്റെ ഒരായത്ത് ഇറങ്ങിത്ത് അതെങ്കാല ആയത്തര ബഗിൽ ആരും ചിന്തിക്കില്ലാണ്ടೈತಿ. ചിന്തിച്ചിട്ട് ಅದರ ಬಗೆಲ ചിന്തിക്കില്ലാണ്ടിത് അങ്ങോಗೂ ഹലാക്ക് എന്ന് ചെന്നിട്ട് അള്ളാഹ് റസൂലു അൽ ബഖറ സൂറത്തിലോ 164 ആയത്തര നബി ഓതുರು. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون എന്ന് ചെന്ന് ഓതിക്കൊണ്ട് ചെല്ലിട്ട് ഈ ആയത്തിൻ്റെ ബകയിൽ 6 ചിന്തിക്കില്ല അങ്ങോ നാശം ഉണ്ടാവട്ടെ എന്ന് അറിഞ്ഞു അള്ളാഹ് റസൂൽ ചെന്നൊക്കെ ഞാൻ അർത്ഥം തരില്ല. ഇപ്പം പരിശുദ്ധ ഖുർആനൂടെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആകാശ ഭൂമിയിലുള്ള അവിടെ എല്ലാ വ്യത്യാസങ്ങൾ അറിഞ്ഞിട്ട് ഇന്ന ഖൽഖി സമാവാതി ലൈലി വന്നഹാർ പോലാവുಡು ಜಾವಾವುಡು ಇದರ ಆಕಾಶ മുൻപ് പോലാവുಡು ജാവാവുಡು എല്ലാവില്ലേ ഇതിനെ പകൽ ഭാരി ആ പകൽ ചിന്തിച്ചിട്ട് ചിന്തിക്കാത്ത മനുഷ്യന്മാർക്ക് ഇതെങ്ങനെ ആവുಡು സുബ്ഹാനല്ലാ എങ്ങനെ ആവുಡು എന്നാൽ പകൽ ആ പകൽ ചിന്തിക്കാത്ത മനുഷ്യന്മാർക്ക് തന്നെ ഈ ആയത്ത് ഓതിയിട്ട് ഈ ആയത്ര പകൽ ചിന്തിക്കാത്ത മനുഷ്യന്മാർക്ക് ഹലാക്ക് ചെന്നെങ്കിൽ നാശ എന്നാറ് ചൊല്ലിട്ട് അള്ളാഹ് റസൂൽ. അതുകൊണ്ട് എന്താക്കുക ധാരാളം പരിശുദ്ധ ഖുർആൻ ഇപ്പം എന്താക്കുക പിന്നെ ഓതുക എപ്പോൾ റമലാനിൽ ആദത്താಗಿದೆ കനിഷ്ഠ ഒരു ഖത്ത കൊറോടിയിലെ 2 ഖത്ത 3 ഖത്ത ഇങ്ങനെ ഖത്ത ഇങ്ങനെ യാറായിട്ടിക്കണം അതുപോലെ ഇങ്ങനെ യാറായിട്ട് ഓതിയിട്ട് അള്ളാഹുടെ അഹലുകാരണം കാണും, അള്ളാഹുടെ കുടുംബക്കാരണം കാണും. നാലാഹൃത്തിൽ ശുപാർശ ചെയ്തത് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ധാരാളം ഓതുറോ സ്വാലിഹിങ്ങ ഇപ്പം റമലാനിൽ നങ്ങായിട്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഓതുള്ള ഭാഗ്യം ഉണ്ടാവും. അതൊക്കെ പഠിച്ചവന് നമ്മൾ എല്ലാവരും നീ ഭാഗ്യം നൽകുക റഹ്മാൻ. എല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക അല്ല. അങ്ങനെ ഖൈർ അഹലുകാരെ കൊടുത്തിലാക്ക അല്ല. ഈമാനി ആറാക്ക റഹ്മാനെ, ബുദ്ധി ആറാക്ക അല്ല, ബുദ്ധി യാറാക്ക അല്ലാ. പിന്നെ ഖൈറുദ്ദവാഇൽ ഖുർആൻ, നല്ല ഔഷധി ശീക്കുന്ന മനുഷ്യന്മാർക്ക് നല്ല മറന്നെന്തോ ഖുർആൻ ഷരീഫ്. ഖൈറുദ്ദവാഇ അൽ ഖുർആൻ എന്ന് നബി ചെന്നു. അതുകൊണ്ട് ഷീക്ക് സുമറാകും, ഏത് ഷീക്ക് പറാണ്ടിക്കും ഷീക്ക് സുമറാകും. ഒന്നാമത്തെ മറന്നത് പരിശുദ്ധ ഖുർആൻ ഓതും. അതുകൊണ്ട് ധാരാളം ഓദ്യം കൊണ്ട് അതിന് നല്ല ആദത്താക്കിക്കൊണ്ട്
എപ്പം നിങ്ങളുടെ ജിന്ദഗി പൂർത്തി എപ്പം ധാരാളം ഓതുകൊള്ള എല്ലാ മഹാഭാഗ്യം നീ നിൻ്റെ മഹദായ ഫതുണ്ട ഹരിബത്തിൻ്റെ ഫലാലും നീ നീ പുറത്തപ്പെട്ട എല്ലാ മഹദിന്മാരെ പറക്കത്തും നീ അവതാഗ്രഹമാണ് എല്ലാവരുടെ പ്രവർത്തനം നീ സ്വീകരിക്കുക അല്ലാ. നിങ്ങളെല്ലാവരും സർവദോഷം നീ മാഫാക്കുക അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.